എനിക്കും അതന്നെ ചോദിക്കാളൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തിനാണ് ഈ പാവം നിക്ക് ബ്ലോക്ക് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് നിനക്ക് മനസ്സിലായില്ല? കാണാം. ആ അങ്ങനെ പറ. ഈ റമ്മി ടൈം എന്ന് പറയുന്ന ഗെയിം, അതുപോലെ ഇല്ലീഗൽ ഗാംബ്ലിംഗ് സാധനങ്ങളെ ഈ മണകൊണാഞ്ചം പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? നീ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും ആളുകളെ പരിപാടിക്കുന്നത് ശരിയാണോ മോനെ? ഓക്കെ, നിന്റെ കരച്ചിലിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കട്ടെ. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ആളുകൾ നമ്മളെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നതെന്നുള്ളതാണ്. എനിക്കറിയാം ഈ വീഡിയോ ഒരുപാട് ആളുകളൊന്നും കാണൂല. അവർക്ക് വേണ്ടത് കുളിസീന്, അല്ലെങ്കിൽ ഒളിച്ചോട്ടം, അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ അത് ഇതൊക്കെ വേണ്ടി വരിക. ഇത്തരം നല്ല നന്മകൾ നിറഞ്ഞ വീഡിയോസ് ആർക്കും വേണ്ട. ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, നിക്ക് വ്ലോഗ് എന്ത് ചെയ്തിട്ടാണെന്നല്ലേ കാണാം. ഓ വെറുതെ അല്ല, റമ്മി സ്കില്ല് വെച്ച് കായ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ആരൊക്കെ വർത്താനം പറഞ്ഞപ്പോ കിടന്ന് മോങ്ങുക. ഇങ്ങനെ കിടന്ന് മോങ്ങാണ്ട് എന്ത് കാര്യമുള്ളത്? ആളുകളെ ഒരു സൈഡിൽ സഹായിക്കും, മറ്റേ സൈഡിൽ കൂടെ ഈമ്പിക്കുന്നത് ശരിയല്ല മോനെ. അതാടാ, എന്ത് ചെയ്തിട്ടാടാ? അയാൾ ചെയ്തൊരു നല്ല കാര്യം കാണിച്ചു തരാം. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങണം എന്നുള്ളതാ. നിക്ക് വ്ലോഗ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട്, ആ സമയത്ത് യൂട്യൂബിൽ നിന്ന് ഇൻകം വല്ലാണ്ട് വന്നില്ല. ആ സമയത്ത് സുപ്പിയൊക്കെ കളിച്ചുണ്ടാക്കിയ കായുണ്ട്, വേറെ കാര്യം. ഇതൊക്കെ ചെയ്തുകൊണ്ട് അയാൾക്ക് ഒരു വലിയ വീടുണ്ടാക്കി കൊടുത്തു. ഒരു വലിയ നല്ല കാര്യമാണ് ചെയ്തത്. അയാളുകളുടെ ഈ ഒരു പോസിറ്റീവ് സൈഡ് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താ വീണ്ടും പറന്ന് കിടന്ന് മോങ്ങുന്നുണ്ട് കേൾക്കാം. തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ പോസിറ്റീവ് സൈഡ് കാണാത്തത്? പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ടത്ര. അതും പെയ്ഡായിരുന്നു. അതിന്റെ അടിയിൽ പറയുന്നുണ്ട്, എന്നെ അങ്ങനെ കറിയിക്കാൻ നീ കരുതിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ 250 പോയി കടക്ക് എന്നാ പറഞ്ഞത്. അതെന്താ മനസ്സിലായില്ലേ? ഞാൻ വിവരിക്കുന്നില്ല. അതായത് എന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത്തരം ആപ്പുകൾ ഇനിയും പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബർമാരുടെ എന്തോ ഒരു സംഘടന ഉണ്ട്. ആ ഒരു സംഘടനയിൽ നിന്നൊക്കെ ഇയാളെ കിക്ക് ചെയ്തിട്ടുണ്ട്, പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നിക്ക് വ്ലോഗ് എന്താണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും അയാൾ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കേൾക്കൂ. സുഹൃത്തുക്കളെ, ചെറിയൊരു സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പല റീൽസിൽ ഇപ്പം നിങ്ങൾ എന്നെ ടാഗ് ചെയ്യുന്നുണ്ട്, നിക്ക് വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്റെ വിശ്വാസം ഉള്ളതപ്പം ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്റെ ഒരു കർത്തവ്യമാണ്. കുറച്ച് തീർച്ചയായിട്ടും ആ ഭണ്ടാറടങ്ങിയ സാധനമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ടാവും ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്ന സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അല്ലേ? ഓരോ സംസ്ഥാനത്തും ഓരോ ആളുകൾ ഇത്തരം ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളിൽ പോയി പെട്ട് കുടുങ്ങി മരിച്ചു കിടക്കണതാ. എന്താ അവസ്ഥ എന്റെ പൊന്നുമോനെ? ഇതാണോ നിന്റെ ഉത്തരവാദിത്വം? കൊള്ള. റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ ഈ വീഡിയോസിന്റെ ഒക്കെ റീലിലൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സങ്കടം തോന്നും, കാര്യം ശരിയാണ്. പക്ഷെ അത് നേരിട്ട് ഇൻ റിയൽ ലൈഫിൽ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റോറീസ് ആയിരിക്കും. തീർച്ചയായിട്ടും നീ ഏതാണ്, നീ എന്താണ്, നീ ഏതുവരെ പോകുന്നൊക്കെ ഏകദേശം എല്ലാം മുഴുവനായിട്ട് മനസ്സിലായി. ഇയാൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വന്നൊരു മനുഷ്യനാണ്. കുറെ കഷ്ടപ്പെട്ട് കുറെ ആളുകൾ പറ്റിച്ച് ഇപ്പൊ ജനങ്ങൾ അങ്ങോട്ട് പറ്റിക്കുന്ന പരിപാടിയായിട്ട് വന്നിരിക്കുക. കൊള്ളാം. ഇനിയാണ് മലയാളക്കരയുടെ മല്ലു ഫാമിലിയുടെ സുജിത്ത്. കാണാം. പിന്നെ പേയ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സ്ആപ്പ് ചാനലുണ്ട്. അപ്പൊ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ വാട്സ്ആപ്പ് ചാനലിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പ്രഡിക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ലിങ്ക് കാര്യങ്ങളെല്ലാം വാട്സ്ആപ്പ് ചാനലിലുണ്ട്. ഓക്കെ, അപ്പൊ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ബയോയിലുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ കുറെ ആളുകളുടെ ഇൻസ്റ്റഗ്രാം ID അങ്ങ് മൂഞ്ചി പോയിട്ടുണ്ട്. വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പൊ കാണാൻ പോലും ഇല്ല ഇൻസ്റ്റഗ്രാമിൽ. കാരണം എന്താ? അത് കത്തിപ്പോയി. അതേപോലെ തന്നെ വേറൊരാളാണ് നമ്മുടെ ഫസ്മിന, നമ്മുടെ തൊപ്പിയുടെ എന്തിനാ വെറുതെ പറയുന്നത്, തൊപ്പിയുടെ അടുത്ത് പോയിട്ട് കാമുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് റീച്ചൊക്കെ ഉണ്ടാക്കി പതുക്കെ അവിടുന്ന് തൊപ്പിയും തട്ടിപ്പോയ ആ ഒരു പെൺകുട്ടി അവരുടെ ചാനലിൽ പൂട്ടിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയോ? പുതിയൊരു നിയമം, പുതിയൊരു നിയമമല്ല, നിലവിലുള്ള നിയമം, അത് വീണ്ടും പൊക്കി പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സാധനം വെച്ചുകൊണ്ട്
ഏതൊരു ഐഡിയും ഇനി എത്ര വലിയ ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിലും ആ ഐഡി മൂഞ്ചിപ്പിക്കാൻ ഗവൺമെന്റിന് കഴിയും, കേരള പോലീസിന് കഴിയും. അങ്ങനെ കുറെ ആൾക്കാർ മൂഞ്ചിയുണ്ട്. ഓക്കെ, നമുക്ക് നേരെ മല്ലു ഫാമിലിയിലേക്ക് കിടക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? കേട്ടിട്ടില്ല. എന്തല്ലേ ആൾക്കാർ ഇങ്ങനെ പൊരി വേലത്തിരിക്കുമ്പോ കാണുമ്പോ വിഷമോ. ഒരു സർവത്തിന് ആകെ 15 ഉറുപ്പ്യ ഉള്ളു, അതിന് 1500 ഉറുപ്പ്യ കൊടുക്കുക, നടന്ന് കൊടുക്കുക. ഇതൊക്കെ ഉണ്ട് കാണുമ്പോ നാട്ടുകാർ വിചാരിക്കും, ഓഹ് എന്നാ ഒരു മനുഷ്യനാണ് ഈ സുജി എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ. പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നും കൂടി ഒന്ന് കേട്ടോളി. പൈസ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ഗെയിം കളിച്ചിട്ട് തന്നെയാണ്. അതെങ്ങനെ കളിക്കണ്ടെന്നുള്ളതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്കറിയില്ലേ? ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. ഞാനത് വോയിസ് ഒക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ ഓരോരു അടിപൊളി സിനിമയുടെ പാട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അത് മതി പണി കിട്ടാ. എനിക്ക് ഓൾറെഡി ഒരു പണി കിട്ടിയതാ. ഈ നിക്ക് വ്ളോഗ് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ആപ്പുകളുടെ പ്രൊമോഷൻ ചെയ്യണത്. അതിനെതിരെ വീഡിയോ ചെയ്തപ്പോ യൂട്യൂബ് എനിക്ക് പണി തന്നു. എന്താ ചെയ്തറിയോ? രാജാ രാജാ ഞാൻ തട്ടിപ്പ് രാജാ, ആ ആപ്പ് ഒന്ന് കാണിച്ചതിനാണ് എനിക്ക് പണി കിട്ടിയത്. ഓക്കെ, ഇനി ഇതിപ്പോ കുടുംബസമേതമുള്ള പരിപാടി തോന്നുന്നത്. ഭാര്യയുടെ ഒരു വീഡിയോ ഉണ്ട്. ഹലോ, ഹായ്. ഇന്നത്തെ ഈ വീഡിയോ എന്താ പറയാ, സേ യെസ് ടു മോം ഗൈസ്. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട് എനിക്ക് എന്റെ അമ്മേനെ കൊണ്ടുപോയിട്ട് പുറത്ത് പോയിട്ട് സാധനങ്ങൾ എന്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. സ്വന്തം ഏണിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ കണ്ണുനീര് കുടിച്ച പൈസ കൊണ്ടല്ലേ. കൊള്ളാം, അങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കണം. ആശുപത്രിയിൽ നിന്ന് നീക്കാൻ പിന്നെ സമയം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും അമ്മച്ചി പേടിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മച്ചി മാറിയതേ എന്ത് കൊണ്ടാറ പതിച്ചിട്ട് 30 മാറിയെന്ന്. എന്താ ചെയ്യാ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് ഇൻസ്റ്റഗ്രാം ID കത്തിപ്പോയിട്ടുള്ള നമ്മുടെ വയനാടൻ ബ്ലോഗറുടെ ആ ഒരു തട്ടിപ്പ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ്. ATM-ലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? ഈ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം ഈ വയനാടൻ ബ്ലോഗറിന്റെ അവസ്ഥ എന്തെന്നറിയോ? സൈഡിൽ ഇപ്പൊ കാണുന്നില്ലേ? അതാണ് അവസ്ഥ. ഒന്നും കാണാനില്ല. പക്ഷെ ഇവനെ ഇൻസ്റ്റഗ്രാമിൽ നിന്നേ പോയിട്ടുള്ളൂ, ഫേസ്ബുക്കിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഫേസ്ബുക്കിൽ നിന്നും അധികം വൈകാതെ പൊയ്ക്കോളൂ. കാരണം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് കാരണം എന്താണെന്ന് അറിയിച്ചു തരാം. ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും, അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും, എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അടക്കം നീക്കം ചെയ്യപ്പെടും. അപ്പൊ കൊള്ളാം, നല്ല പരിപാടി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ആളുടെ ആ അക്കൗണ്ട് പൂഞ്ചിപ്പോയത്. എന്തായാലും ആ റീലിന്റെ അവസാനം പേഴ്സ് നിറച്ച് കായ് ഇട്ടതൊന്ന് കാണിച്ചിട്ട് അതുകൊണ്ട് കണ്ടോളി. വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്നാ കേട്ടോ. വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ അറിയോ? ഈ യൂട്യൂബിലൊന്നും വലിയ രീതിയിൽ വ്യൂ ഒന്നും ഇല്ലടേ. ആളാരെങ്കിലും ഇതിലിട്ട് കഴിഞ്ഞാൽ ഒന്നും കാണണമെന്നില്ല. ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ ആകെ ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടൻ ബ്ലോഗർക്ക് ഒരു ബസ് ഉണ്ട്. ആ ബസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നുണ്ട്. അത് വെച്ചാണ് പൈസ ഉണ്ടാക്കുന്നത്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ ഫാമിലി വ്ളോഗേഴ്സിനോടാ. നിങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഒരു മറ്റേടത്തെ പരിപാടിയാക്കുന്നത് നല്ലതാണോ? ഊള പരിപാടിയല്ലേ എന്നാണ് ചോദ്യം. ഓക്കെ, ഇനിയാണ് രസം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി കണ്ടോക്കി. എന്റെ പൊന്നു മോനെ, സൂപ്പിലൂഡോ എന്ന സാധനം നീ ഫോണിൽ ഡൗൺലോഡ് പോലും ചെയ്ത് വെച്ചിട്ടില്ല. ഈ സൂപ്പിലൂഡോന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതും പറയും ഈ രാജ ആപ്പ് ഒന്നും ഈ ഒരു പ്ലേ സ്റ്റോറിൽ കിട്ടൂല, അതുകൊണ്ട് തന്നെ അത് ഇല്ലീഗൽ ആണെന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. പക്ഷെ സൂപ്പിലൂഡോ എന്നൊക്കെ പറയുമ്പോൾ അത് പ്ലേ സ്റ്റോറിൽ കിടക്കുകയാണേ. അപ്പൊ ആളുകൾ വിചാരിക്കുക അതെന്താണോ, ഇപ്പൊ ഗൂഗിൾ ആഡ്സെൻസിന് എതിരാണ് ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവൂലല്ലോ. അപ്പൊ അത് ഉള്ളതല്ലേ. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പിലൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും. അതായത് ഇതല്ല മോനെ, ഇതിന്റെ അപ്പുറത്ത് വേറൊരു സാധനം ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. അത് നമ്മൾ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അതിലാണ് നമ്മൾ കായിട്ട് കളിക്കേണ്ടത്. അങ്ങനെ കായിട്ട് കളിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ കായ് അങ്ങ് വെള്ളത്തിലിട്ട വളി പോലെ വെള്ളത്തിലിട്ട വളിക്ക് കുമിളെങ്കിലും കാണും എന്നുള്ളതാ. വെള്ളത്തിൽ വരച്ച വര പോലെ ഒന്നും കാണില്ല, കായൊക്കെ പോവും. പിന്നെ ഏറ്റവും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കാണിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവര് പൈസ ഇട്ടിട്ടാണ് ഈ പരിപാടി ചെയ്യണമെന്നൊക്കെ. ഇതൊക്കെ ഡെമോ ആപ്പാടോ. 8 ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് എനിക്ക് വന്നതാടോ, ഞാൻ തട്ടിക്കളിച്ചതാടോ, ഒഴിവാക്കി, വേണ്ടാന്ന് വെച്ചു. ഞാനെങ്ങനെ അത് ചെയ്തിരുന്നെങ്കിൽ എന്താ അവസ്ഥ? ഇതൊന്നും ചെയ്യാതെ തന്നെ നിഷ്പക്ഷ നിലപാട് എടുത്തത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വരെ പൂട്ടിപ്പോയതാ. പിന്നെയാണ് ആളുകളെ പറ്റിക്കുന്നത്. കൊള്ളാം. ഇനി ഏതാണ് കേരള പോലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ കാര്യമാണെന്ന് കേൾക്കാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപോരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് പോകുന്നത്. അതില്
ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ അക്കൗണ്ടുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്ത എല്ലാ അക്കൗണ്ടുകളും പൂട്ടും. വയനാടൻ പൂട്ടി, അതുപോലെ ഫസ്മിനെ പൂട്ടി, അടുത്തത് മല്ലു പൂട്ടും, നിക്ക് പൂട്ടും. അങ്ങനെ ഇത് ചെയ്ത എല്ലാവരും പൂട്ടും. പിന്നെ വേറൊരാളുടെ സഞ്ജു ടെക്കി, ആളുടെ ഫോട്ടോ പോലും ഞാൻ ഇവിടെ കാണിക്കാത്ത എന്തോന്നറിയോ, ഇയാൾക്കെതിരെ എന്ത് വീഡിയോ ചെയ്താലും അപ്പോൾ ആളത് കോപ്പറേറ്റ് കൊടുക്കും. അത് വല്ലാത്തൊരു മനുഷ്യനാണ്, ഒരു അടിപൊളി മനുഷ്യനാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ ഞാൻ ഇനിയും പ്രൊമോട്ട് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണം അതാണ്. അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല, പേര് ഞാൻ പറഞ്ഞു തരുന്നൊന്നും വിചാരിക്കരുത്. അയാളും വലിയ രീതിയിൽ ഫ്രോഡത്തരം ചെയ്യുന്ന ആളുകളാണ്. ഇനി നിങ്ങളൊക്കെ നിരന്തരം കാണുന്ന കുറേ യൂട്യൂബർമാരുണ്ടാവും, നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ കൊമേഡിയൻസ്, അവരുടെ പേരുകളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് കാണിക്കാത്തത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സൈഡിൽ കൂടെ വരും പരസ്യമായിട്ട്. അതായത് ഏതോ ഒരു ചങ്ങായി ഉണ്ട്, നമ്മൾ മലപ്പുറം സ്ലാങ്ങൊക്കെ സംസാരിക്കുന്നത്, അയാൾക്കും ഈ പരിപാടി ഉണ്ട്. ഒരുപാട് യൂട്യൂബർമാർ നന്മമരങ്ങളാണെന്ന് പറയുന്ന ഒരുപാട് യൂട്യൂബർമാർക്ക് ഇതന്നെ പണി. ഗുണ്ടബുകൾ, ആളുകളെ പറ്റിക്കുക, വല്ലാത്തൊരു പരിപാടിയാണ്. ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഒരു ചേച്ചി ഇങ്ങനെ ഡാൻസ് കളിക്കണാണല്ലേ, ഇത് 360 എന്നൊരു ആപ്പിന്റെ ഒരു ഡാൻസ് ആണ്. അതായത് ഇത് കളിച്ച് ഇവർ കൈ ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പാട്ട് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. രാജാ ഞാൻ വെട്ടിപ്പോ രാജ, ഞാൻ പറ്റിപ്പോ രാജ, രാജ. അങ്ങനെ രാജ ആപ്പുകളുടെ പ്രൊമോഷനുകളും ഇല്ലീഗൽ സൂപ്പി ലൂപ്പി ലൂപ്പി ലിപ്പി എന്ന് പറഞ്ഞ കുറെ ആപ്പുകളുടെ പ്രൊമോഷനുമായിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർമാരേ അല്ല, ഇവരാളുകളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരുപാട് ആളുകൾ ഒരു സൈഡിൽ നല്ല ചെയ്യും, അത് വീഡിയോ തൊട്ട് ചെയ്ത് അതിൽ കാര്യം കിട്ടും, അത് വേറെ കാര്യം. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഇപ്പുറത്ത് കൂടെ ആയിരക്കണക്കിന് ആളുകളെ കുഴിയിൽ ചാടിക്കുന്ന ആ ഒരു മന്ത്രവാദ പ്രക്രിയയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണില്ല എന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ കുളിസീനില്ല, ഒളിച്ചോട്ടമില്ല, അന്യന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളില്ല. ചില ആളുകൾ കമന്റ് ഇടുക, അതായത് മോനെ നീ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാതെ നല്ല നല്ല കണ്ടന്റ് എടുക്കടേ എന്ന് എന്നോട് പറയുമ്പോൾ നല്ല നല്ല കണ്ടന്റ് ആയിട്ട് വരും. ഇങ്ങനെയുള്ള കണ്ടന്റ്, ആ കണ്ടന്റിന് 1000 വ്യൂ കിട്ടിയാൽ തന്നെ വലിയ സ്വർഗം പോലെ എനിക്ക്. പക്ഷെ ഞാനിത് നിർത്താനൊന്നും പോകുന്നില്ല. എനിക്ക് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറ്റിക്കാൻ പറ്റിയ ഒരു പരിപാടി. ഞാനത് ചെയ്തിട്ടില്ല. ഞാനിതാ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. ഇൻഫ്ലുവൻസർമാരെന്ന് പറയുന്നവരും സിനിമാ നടന്മാരും നടിമാരും ഒക്കെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ആ പറ്റിക്കപ്പെടുന്ന കുഴികളിലേക്ക് വീഴാതെ സ്വന്തം കാല് മാറ്റി പിടിച്ച് നടക്കുക. വേറെ ഒന്നും പറയുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി. അതുവരെയൊക്കെ സന്ദീപ് സൈനിങ് ഓഫ്.